മക്കളെ ക്രിസ്മസ് എക്സാം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. ക്രിസ്മസ് എക്സാമിൽ ബിസിനസ് സ്റ്റഡീസിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഓരോ ചാപ്റ്റർ എന്നുള്ളത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അറിയാം. എന്നാലും ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, പഠിച്ചാൽ ഏതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ഏതിനൊക്കെ ആയിരിക്കും വെയിറ്റേജ് കൂടുതൽ. ഇന്ന് ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ. സത്യം പറഞ്ഞാൽ ഇത് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിച്ചാൽ കാര്യം ഉണ്ടാവോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുവിധ എല്ലാ ടോപ്പിക്സും എജുപോർട്ടിൻ്റെ ലൈവിൽ വന്നതും ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് ടോപ്പിക്സും കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നൊരു പോയിന്റ് എത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, എന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം ഒന്ന് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. ഇനി അതല്ല, എല്ലാം പഠിച്ചവർക്ക് ഈ ടോപ്പിക്സ് എല്ലാം എനിക്ക് സെറ്റാണ് എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക്സ് പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടേം 2-ൽ നിന്ന് തുടങ്ങുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്, ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. ഓർഗനൈസിങ് എന്ന ചാപ്റ്റർ നമുക്ക് ഓർമ്മയുണ്ട്. ഏതൊക്കെയായിരുന്നു, ഒരു സ്ട്രക്ചർ ഒക്കെ വരച്ചിട്ട് മുകളിലൊരു CEO ഉണ്ടാവും, അതിന് താഴത്ത് ലെവൽ ഉണ്ടാവും, പിന്നെ അതിൻ്റെ താഴത്ത് വർക്കേഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർഗനൈസിങ് സ്ട്രക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള 2 സ്ട്രക്ചേഴ്സ് ആയിരുന്നു ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ അല്ലേ. ഈ ചാപ്റ്ററിൽ ഈ 3 പോയിന്റ്സിലും നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസിന് ഒരുപാട് ചാൻസ് ഉണ്ടെന്നുള്ളതും ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ ഏതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ്, ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഫിക്സ്ഡ് ആയിരിക്കണം. ഓക്കെ, നന്നായി പഠിച്ചിരിക്കണം. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനുമായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരുന്നു അല്ലേ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും ഒരു സ്ട്രക്ചറുള്ള റൂൾസ് ഉള്ള റെഗുലേഷൻസ് ഉള്ളതിനെ നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്നും, ഇതൊന്നും ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പിനും സോഷ്യൽ ലൈഫിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻഫോർമൽ എന്നും പറയുന്ന ഒരു കാര്യം അല്ലേ. ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ക്ലാസ് കേട്ടതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, അങ്ങനെ ഓർമ്മ വരണം കേട്ടോ. അങ്ങനെ ആ പോയിന്റും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. പിന്നെ നമ്മൾ പറയുന്നതാണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും. അതിനൊരു മീനിങ് പറയുന്ന സമയത്തും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഒരു ഇതിൻ്റെ ബേസിൽ അതിനൊരു അപ്ലിക്കബിലിറ്റി ബേസിൽ ഒരു മൈനർ ആപ്ലിക്കബിലിറ്റിയും അല്ലെങ്കിൽ നാരോ ആപ്ലിക്കബിലിറ്റിയും അതുപോലെ തന്നെ ടോട്ടൽ ഓർഗനൈസേഷൻ ആപ്ലിക്കബിലിറ്റിയും തമ്മിലാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 3 ടോപ്പിക്സ് ഓർഗനൈസിങ് ചാപ്റ്ററിൽ നിങ്ങൾ എന്തായിരിക്കണം, പക്ക ആയിരിക്കണം, നോ ഡൗട്ട് ഓൺ ദാറ്റ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസിങ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു സ്റ്റാഫിംഗ് എന്നുള്ളത്. ശരിക്കും ഒരു കുഞ്ഞു ചാപ്റ്റർ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിരുന്നു സ്റ്റാഫിംഗ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും. ആദ്യം തന്നെ നമ്മൾ എന്ത് പഠിച്ചു, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു 8ഓളം പോയിന്റ്സ് ഉള്ള സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യില്ല, വെറി ചെയ്യാനില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ സ്റ്റെപ്സിൽ നിന്ന് ഒരു 3 ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3 ആസ്പെക്റ്റുകൾ പഠിച്ചു. അതായിരുന്നു റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഓരോന്നും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞു. അതിൽ ഇൻറ്റേർണൽ വളരെ ചെറുതാണ്, എക്സ്റ്റേണലാണ് മിനിമം ഒരു 5 ഉള്ളത്. അതും നമ്മൾ വായിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. സെലക്ഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഈ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫിങ്ങിലുള്ളതിൽ ഒരു സെലക്ഷൻ്റെ ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ, ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് പറയുന്നതാണ് സെലക്ഷൻ ആൻഡ് കംസ് വിത്ത് ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഈ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, കൃത്യമായിട്ട് ട്രെയിനിങ്. അതിലൊരു ഓൺ ദി ജോബും ഓഫ് ദി ജോബും പറയുന്ന ടോപ്പിക്കും കൂടി പഠിക്കുന്നതോട് കൂടിയിട്ട് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ 4 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷുവറാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഒരു essay ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഇവിടെ നിന്ന് വരും എന്നുള്ളത്. ഒന്നെങ്കിൽ അതെന്താവാം, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റെപ്പ് ആവാം എന്നൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സ്റ്റാഫിംഗ് ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. നൗ ഗോയിങ് വിത്ത് ഡയറക്റ്റിംഗ് ചാപ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ബിഗ്ഗസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ പറയും ഫസ്റ്റ് പ്രയോറിറ്റി ഈ ചാപ്റ്ററിന് നിങ്ങൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഇത് കുറച്ച് വലുതാണ്. ഇതിങ്ങനെ മാറ്റി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആദ്യം എന്താണ്, ഈ പറഞ്ഞ പോലെ മോട്ടിവേഷനാണ്. മോട്ടിവേഷനിൽ ആരുടെ മോട്ടിവേഷൻ കൃത്യമായിരിക്കണം, മാസ്ലോൻ്റെ മോട്ടിവേഷൻ കൃത്യമായിരിക്കണം. അപ്പോൾ മാസ്ലോൻ്റെ മോട്ടിവേഷൻ പഠിക്കുക. മോട്ടിവേഷനിൽ തന്നെ എന്തൊക്കെയുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ മോട്ടിവേഷൻ പഠിക്കുക, മാസ്ലോൻ്റെ മോട്ടിവേഷൻ സ്ഥിതി, മാസ്ലോൻ്റെ ഹൈറാർക്കി തിയറി കൃത്യമായിട്ട് പഠിക്കുക, വിത്ത് ഡയഗ്രാം പഠിച്ചു വെച്ചേക്കുക. പിന്നെ ആ ചാപ്റ്ററിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോപ്പിക് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നും കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റെപ്സും അതേപോലെ തന്നെ ബാരിയേഴ്സും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. സ്റ്റെപ്സും പിന്നെന്താ പഠിച്ചിരിക്കേണ്ടത്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 100% ഞാൻ എന്ത് ചെയ്യുന്നു, ഉറപ്പ് തരുന്നു. ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൽ ബാരിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം എന്നുള്ളത് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോളൂ.
ഒട്ടും എന്തേണ്ട അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോകില്ല, അത് അത്രയും ഷുവറാണ്. ഡയറക്റ്റിംഗ് ചാപ്റ്ററിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടാവും, മോട്ടിവേഷൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടാവും. അതൊന്നെങ്കിൽ മാസ്ലോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും പഠിക്കാണ്ട് വിടണ്ട. പിന്നെ ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, സൂപ്പർവിഷൻ്റെ ക്വസ്റ്റ്യനും വരാം എന്നുള്ളതാണ്. ആ ഭാഗം കൂടി എന്ത് ചെയ്യാം, നോക്കി വെച്ചേക്കാം. കമ്മിങ് ടു ദി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പം ഈ 3 എണ്ണം നിങ്ങൾക്ക് എന്തായിരിക്കണം, സെറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. കൺട്രോളിങ് ഒരു ചെറിയ ചാപ്റ്ററാണ്. ഡോണ്ട് ഗിവ് എഫോർട്ടൊക്കെ വളരെ കുറച്ചിട്ടിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സിമ്പിളായിട്ട് ഒരു റിലാക്സ് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അതിന് സ്റ്റെപ്സ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന 3 ടോപ്പിക്സ് പഠിച്ചേക്കുക. ഇത് ഇഗ്നോർ ചെയ്യേണ്ട ക്രിസ്മസ് എക്സാമിന്. കാരണം ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്ററുകളിൽ വരുമ്പം ഏകദേശം 6 മാർക്കിനും 7 മാർക്കിനും ചോദ്യങ്ങൾ ചോദിക്കാൻ പൊട്ടൻഷ്യലുള്ള ചാപ്റ്ററാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു മാർക്ക് നമുക്ക് നഷ്ടമാവും. അപ്പോൾ കൺട്രോളിങ്ങിൽ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ചോദിക്കാനുള്ള സാധ്യത നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സും പ്ലാനിങ് ആൻഡ് കാര്യങ്ങളെക്കാട്ട് കൂടുതൽ ചാൻസ് ഫോർ ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷൻ്റെ ഭാഗം എന്ത് ചെയ്ത് വെക്കുക, കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ്. ഗോയിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ. ഇതോട് കൂടിയിട്ട് ടേം 2 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു വെച്ചേക്കണം. പ്ലാനിങ്ങിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതിൻ്റെ ഫാക്ടേഴ്സും പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഫാക്ടേഴ്സ് പഠിച്ചു വെച്ചേക്കുക. ഇത് പഠിക്കുന്ന ഒരാൾക്കറിയാം ഈ ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഫിനാൻസിങ് ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ, ഒരുപാട് ഫാക്ടേഴ്സ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ ക്രിസ്മസ് എക്സാമിന് ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് പക്കയാണെങ്കിൽ, പഠിച്ചവർക്ക് ഇതെല്ലാം എനിക്ക് അറിയാം സാറേ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇനി പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂപോർട്ടിൻ്റെ ഒപ്പം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എഡ്യൂപോർട്ടിനോടൊപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറും 3,999 റുപ്പീസിന് നവംബർ 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീ ബോർഡ് ബാച്ചിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വെറും ക്രിസ്മസ് എക്സാമിനേക്കുള്ളതല്ല കേട്ടോ, അപ് ടു ദ മാർച്ച് വരെയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പ്രീ ബോർഡ് ബാച്ചിലേക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ലിങ്ക് താഴെയുണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. യു വിൽ ഗെറ്റ് എ കോൾ ഫ്രം എഡ്യൂപോർട്ട്. അതിൽ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ എക്സാമിൽ എല്ലാം നല്ല മാർക്കുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, ബൈ.